ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ നമുക്ക് ഇന്ന് അപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ അതിന് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 ഏലക്കായ, ഗ്രാമ്പു, പട്ട, പിന്നെ തക്കോലം, ഒരു കറുകലയും ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് 2 വലിയ സവാള നീളത്തിൽ കട്ടി കുറച്ചരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ തന്നെ ഒന്ന് വാടി വരട്ടെ കേട്ടോ നമ്മുടെ സവാള. ഇപ്പോൾ സവാള നല്ലപോലെ തന്നെ വാടിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 4 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നല്ലപോലെ തന്നെ ഒന്ന് വാടി വരട്ടെ കേട്ടോ. അതും നന്നായിട്ട് തന്നെ വാടിയൊക്കെ വന്നിട്ടുണ്ട്, നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട്. നമ്മുടെ തക്കാളി നല്ലപോലെ തന്നെ ഒന്ന് വെന്തുടഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി നല്ലപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പൊടികളുടെ പച്ചമണം പോണ വരെ നല്ലപോലെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കണം കേട്ടോ. നല്ലപോലെ തന്നെ അതൊന്ന് മൂത്ത് വരട്ടെ. അതും നല്ലപോലെ തന്നെ മൂത്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് ഇതിലേക്ക് ഞാൻ 1.5 ഗ്ലാസ് നാളികേരപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിതൊക്കെ ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നല്ലപോലെ തന്നെ എനിക്ക് കറക്റ്റായിട്ട് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുഴുങ്ങി തോലൊക്കെ കളഞ്ഞു വെച്ച മുട്ടയുണ്ടല്ലോ, അത് ഓരോന്നും ഇതേപോലെ ഒന്ന് കൊത്തി ഇതാക്കിയിട്ട് ഒന്ന് വരിഞ്ഞു കൊടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വേപ്പിലയും പിന്നെ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.